നമസ്കാരം. അതെ, ഞാനൊരു സംഗതി കാണിച്ചു തരാം. സൗദി അറേബ്യയിലെയും GCC കൺട്രിയുടെയും ചൂടിൻ്റെ വലിപ്പം പറയാൻ വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ ചൂട് കൊണ്ട് എൻ്റെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഉരുകിയ ഒരു സംഭവം കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ ഡാഷ്ബോർഡ് ഉരുകുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെഴുക് പോലെ അല്ലെങ്കിൽ സോപ്പ് പോലെയാണ് ഇവിടെ ഈ പോർഷൻ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇളക്കി കളഞ്ഞ് ഇളകിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്ന ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ പലവട്ടം കൈ തട്ടിയിട്ട് ഈ നഖം കൊണ്ട് ഇളകിപ്പോയതാണ് ഈ പോർഷൻസ് ഇവിടെ കാണുന്നത്, ഈ ചൊറി പിടിച്ചോലിരിക്കുന്നത്. പക്ഷേ ഇത് സാധാരണഗതിയിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയാത്തവർക്ക് വേണമെങ്കിൽ പറയാം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാം. ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും, കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതായിരിക്കും എന്നൊക്കെ പറയാം. ഞാൻ വിശ്വസിച്ചിരുന്നതും അങ്ങനെയായിരുന്നു. പണ്ട് ഒരു വണ്ടി ഞാൻ ഇതേപോലെ കാണുമ്പോഴത്തേക്ക് കാമറയിൽ ഇതുപോലെ ഇളകുന്ന ഒരു ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ഞെങ്ങിപ്പോകുന്ന ഇങ്ങനെ പ്രസ്സായി പോകുന്ന ഒരു രീതി ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അന്ന് വിചാരിച്ച് ഇത് ഇടിച്ച വണ്ടിയാണ്, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ഒറിജിനലാണെന്ന്. ഇത് ഇതേ കണ്ടോ, ഇതിങ്ങനെ തൊടുമ്പോഴത്തേക്ക് തന്നെ ഇതിലിളകി വരും ഈ സാധനം. എവിടെ ചെറുതായിട്ട് തൊട്ടാൽ മതി. നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നഖം അവിടെ ഉണ്ടാവും, ആ പാടവിടെ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇത് നോക്കിയാൽ അറിയാം. കണ്ടോ, ഇതെല്ലാം ഉരുകിയിട്ട് അതിൻ്റെ ഓയിൽ പോലത്തെ സംഭവം ഇതിൽ പിടിച്ചിരിക്കുന്നത് ഈ പേപ്പർ. നല്ല മൊട്ട ചൂടാണ്, ഇല്ലെന്ന് പറയുന്നില്ല, നല്ല ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. ചില വേരിയൻ്റ് വണ്ടികളിൽ ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ കണ്ട ടെമ്പറേച്ചർ എത്ര 47 ഇതിൽ കാണിക്കുന്നത്. ഇതൊരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. ഇനി ആരും ഇത് തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് ഈ കമ്പനിയുടെ വണ്ടികൾക്കൊക്കെ ഇത് ടൊയോട്ടയുടെ വണ്ടിയാണ്. എൻ്റെ കൊറോളയാണ്, ടൊയോട്ട കൊറോളയുടേതാണ്. ഇത് ഇങ്ങനെയൊക്കെ ചില വണ്ടികളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത് തെറ്റിദ്ധരിക്കേണ്ട. ഇത് അറിയാത്തവർക്ക് ചിലപ്പോൾ ഇത് വിചാരിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ വിചാരിക്കും. സ്വാഭാവികമായിട്ട് ഇത്രയും ബ്രാൻഡ് കമ്പനിയുടെ വണ്ടികളിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ന്യൂനതയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ വൺ ടൈം അല്ലേ, ഇത് പിന്നെ നമുക്ക് എപ്പോഴും ഇത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന സാധനമല്ല. ടയറാണെങ്കിൽ നമുക്ക് മാറ്റിയിടാം, അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിയിടാം. ഡാഷ്ബോർഡ് നമുക്കിത് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇതിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഡാഷ്ബോർഡ് പൊളിഞ്ഞു പോകും. ആ ഒരു രീതിയിലായിരിക്കുന്നത്. ആ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എല്ലാവരും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.